എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രവിശേഷത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ദേശാഭിമാനിയുടെ ഇന്നത്തെ ഒന്നാം പേജ് എല്ലാവരും കണ്ടല്ലോ. ദേശാഭിമാനി പറയാണ്, ഉരുളിലും കുലുങ്ങാത്ത വീട്. മുണ്ടക്കൈ ടൗൺഷിപ്പിൽ ഉണ്ടാക്കിയ വീട് ഉരുളിലും കുലുങ്ങാത്തതാണ് എന്ന് പറയുന്ന ഒരു അവകാശ പ്രഖ്യാപനമാണ് ദേശാഭിമാനി ഒന്നാം പേജില്. പകുതി പേജ് പരസ്യമാണ്, ബാക്കി പകുതി പേജില് ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് ദേശാഭിമാനി പറയാണ്, മുണ്ടക്കൈ ചൂരൽമലയില് ഞങ്ങള് കഴിഞ്ഞ ഒരു കൊല്ലം കാത്തിരുന്നിട്ട് ഞങ്ങള് 410 വീടുകൾ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഒരു മാതൃകാ വീട് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്ത് വീടാണ് ഇത്? ഉരുളിലും കുലുങ്ങാത്ത വീടാണത്ര. എന്തൊരു ഉൾപ്പൊട്ടലുണ്ടായാലും ഈ വീട് കുലുങ്ങില്ല എന്നാ പറയുന്നത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ദേശാഭിമാനി വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ പത്രത്തിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ മുഴുവനുണ്ട്. മുണ്ടക്കൈയില് നമ്മുടെ സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന ULCC നിർമ്മിച്ചു കൊടുക്കുന്ന ആ വീട് 30 ലക്ഷം രൂപയുടെ വീടാണ്. 20 ലക്ഷം രൂപ എന്നൊക്കെ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കേട്ടോ. യഥാർത്ഥത്തിൽ 30 ലക്ഷമാണ് ഒരു വീടിന് വകയിരുത്തിയത്. ഈ 20 ലക്ഷത്തിന്റെ കണക്ക് എങ്ങനെയാ വന്നെന്ന് ചോദിച്ചാൽ, ഈ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളൊക്കെ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അവരോട് ആദ്യം ആവശ്യപ്പെട്ടത് 30 ലക്ഷം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തണം. അതായത് നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട, നിങ്ങൾ 30 ലക്ഷം തരൂ എന്ന് പറഞ്ഞപ്പോൾ സന്നദ്ധ സംഘടനകൾ ആരും തയ്യാറായില്ല. കാരണം അറിയാലോ, 1000 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടാൻ എന്ത് രമ്യഹർമ്യമാണെങ്കിലും 1000 സ്ക്വയർ ഫീറ്റ് വീട് കെട്ടാൻ 30 ലക്ഷം രൂപ വേണ്ട എന്ന് ഈ ഭൂമി മലയാളത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം വീടുണ്ടാക്കുന്നതൊക്കെ നമ്മുടെ നാട്ടില് വീടുണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അറിയാം. ആ വീടിന് ഏതാണ്ട് എന്തൊക്കെ ചെലവാകുന്നുള്ള ആൾക്കാർക്ക് അറിയാം. ഇതിന് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പഠിക്കൊന്നും വേണ്ട. അപ്പോ ഈ 30 ലക്ഷം വേണ്ട, 1000 സ്ക്വയർ ഫീറ്റ് വീട് ഉണ്ടാക്കാൻ 30 ലക്ഷം വീട് വേണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാരിന് മനസ്സിലായത്, ഈ സർക്കാർ ശ്രമിക്കുന്നത്, പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ കാശടിച്ചു മാറ്റാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അതായത് ഈ ദുരന്തം ഉണ്ടായിട്ട്, ഞാൻ പല തവണ പറഞ്ഞതാണ്, ദുരന്തം ഉണ്ടായി കഴിഞ്ഞിട്ട് 770 കോടി രൂപ, 770 കോടി അല്ല, അതിനേക്കാൾ ഉപരിയുണ്ട് കേട്ടോ, 772, അതാണ് പുതിയ കണക്ക് എന്ന് തോന്നുന്നു. 770 കോടി രൂപയിലേറെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മറ്റൊന്ന്, ഒരു 530 കോടി രൂപ കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു. 530 കോടി രൂപ. അത് പറയുന്നത് ഈ 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കണം. 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കണം എന്നൊക്കെയാ പറയുന്നത് കേട്ടോ. 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടിക്കാതിരിക്കോ ചെയ്യുന്നത് നമ്മുടെ പ്രശ്നമല്ല. ഇന്ന് ഈ മന്ത്രിസഭയിൽ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ഒന്നും 50 വർഷത്തിന് അങ്ങേ പുറത്തേക്ക് ജീവിച്ചിരിക്കാൻ പോകുന്ന ആൾക്കാരല്ല. ഇനി അന്ന് എന്തൊക്കെ മാറ്റം വരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ 50 വർഷത്തിനപ്പുറം തിരിച്ചടയ്ക്കണമല്ലോ എന്ന് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 530 കിട്ടി, അപ്പൊ 770 കിട്ടി, 530 കിട്ടി. ഈ ദേശാഭിമാനിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അന്തംകമ്മികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ല, മറ്റു പല പത്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രമൊന്നും തന്നില്ല എന്നാണ്. കേന്ദ്രമാണ് 530 തന്നത്. മാത്രമല്ല, കേന്ദ്രത്തിന്റെ NDRF-ൽ നിന്ന് ഇപ്രാവശ്യം 153 കോടി രൂപ വേറെയും കൊടുത്തു. അതായത് ഈ പ്രാവശ്യം ഏറ്റവും പുതുതായിട്ട് 153 കോടി കൊടുത്തു. കഴിഞ്ഞ വർഷം, അതായത് ഈ ദുരന്തത്തിന് ശേഷം 2 തവണയായിട്ട് 291 കോടി രൂപയും കൊടുത്തു. ആലോചിച്ച് നോക്കണം. അതായത് ദുരന്തത്തിന് ശേഷം NDRF-ൽ നിന്ന്, അതായത് സംസ്ഥാന ഈ SDRF-ൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് 291 രൂപ 2 ഘട്ടങ്ങളിലായിട്ട് കൊടുത്തു. എനിക്ക് തോന്നുന്നു ആദ്യം ഒരു 150 കോടിയാണ് കൊടുത്തത്, പിന്നീടാണ് ഇതിന് ശേഷം മൊത്തം 291 കോടി രൂപ കൊടുത്തു. ഈ അടുത്തിടെ എന്ന് പറഞ്ഞാൽ ഈ വർഷമാദ്യം 153 കോടി രൂപ കൂടി കൊടുത്തു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 530 കോടിയും കൊടുത്തു. പിന്നെ പറഞ്ഞ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള 770 കോടിയും 772 കോടി, ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ 1800 കോടിയോളം രൂപ പിണറായി വിജയൻ സഖാവിന്റെ കയ്യിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ടാണ് ഇങ്ങനെ പിശുക്കി സിദ്ദിഖൊക്കെ കഴിഞ്ഞ ചോദിച്ചാൽ, എന്തിനാണ് പിശുക്കുന്നത് സഖാക്കളെ? കയ്യില് ഇഷ്ടം പോലെ പൈസയുണ്ടല്ലോ, ഇവർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നില്ല. അവസാനം ഈ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോ ഏതോ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്തോ ചില്ലറ സഹായങ്ങൾ കൊടുത്തു എന്നുള്ളതല്ലാതെ ഇപ്പോഴും ചികിത്സാ സഹായത്തിന് വേണ്ടി നരകിക്കുന്ന ആൾക്കാർ, ഇവർക്ക് ജോലിയെടുക്കാൻ പറ്റാത്തതിനുള്ള ആനുകൂല്യങ്ങളില്ല, ഇവർക്ക് മറ്റു സംവിധാനങ്ങൾ ഒന്നുമില്ല, കട നഷ്ടപ്പെട്ടവർക്ക് കട, അങ്ങനെ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത, അല്ലെങ്കിൽ കേരളം മുഴുവനും കൈയയച്ച്
സഹായിച്ച ഈ പണം ഇങ്ങനെ എന്താ പറയാ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാരണഭൂതം ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ആ പൈസക്ക് അവിടെ ഉണ്ടോന്ന് ഈശ്വരനറിയാം. ഇനിയാണ് ഈ 30 ലക്ഷത്തിന്റെ വീട്. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു വീടും സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഈ അവിടെ ഈ വീട് നഷ്ടപ്പെട്ട ഇവരെ ഈ കണക്കനുസരിച്ച് 401 എന്നാണ് പറയുന്നത്. വീണ്ടും ഒരു 49 പേരെ കൂടി 49 പേരെ കൂടി പുതിയ ലിസ്റ്റിലേക്ക് കയറി. ഇനിയും കുറെ ആൾക്കാരും കൂടി കയറാനുണ്ട് എന്നൊക്കെ പറയുന്നു. പോട്ടെ, ഒരു 500 വീടുകളാണ് അവിടെ ആവശ്യം. ഈ 500 വീടുകളിൽ ഒരു വീട് പോലും സർക്കാർ ഉണ്ടാക്കി കൊടുക്കണ്ടെന്നേ. ഇവിടെ കഴിഞ്ഞ ഈ ദുരന്തത്തിന് ശേഷം ആരൊക്കെ പറഞ്ഞു? കർണാടക സർക്കാർ പറഞ്ഞില്ലേ, തെലങ്കാന സർക്കാർ പറഞ്ഞില്ലേ ഞങ്ങൾ വീട് കൊടുക്കാം. ഇവിടുത്തെ KCBC പറഞ്ഞില്ലേ വീടുണ്ടാക്കാം. KPCC പറഞ്ഞില്ലേ വീടുണ്ടാക്കാം. യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞില്ലേ, ഇവിടുത്തെ DYFIക്കാർ പറഞ്ഞില്ലേ. ഇവിടെ ഞാൻ ഏറ്റവും വലിയ ചില രാഷ്ട്രീയ സംഘടനകളുടെ കാര്യമാണ് പറഞ്ഞത്. 25 വീട്, 50 വീട്, 10 വീട് എന്നിങ്ങനെ ഈ ദുരന്ത ബാധിതരുടെ ഒരു 4 ഇരട്ടിയാണെങ്കിലും, അതായത് 500 വീടിന് പകരം ഒരു 2000 വീട് ഉണ്ടാക്കാനുള്ള ഓഫർ കിടക്കുന്നുണ്ടെന്നേ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഓഫർ കിടക്കുന്നുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോഴാണ് സർക്കാരിന് ഇത് പറ്റില്ല. കാരണം സർക്കാരിന് കൈയിട്ട് വരാൻ പറ്റില്ലല്ലോ. എല്ലാവരും വീടുണ്ടാക്കി കൊടുത്താൽ സർക്കാരിന് 2 കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാരിന് ഇതിന്റെ ഇടയിൽ നിന്ന് ഇടനിലക്കാർ ഉപയോഗിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. രണ്ടാമത്തത്, ഇതൊക്കെ സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ സർക്കാരിന് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സർക്കാർ ആകെ കുത്തുപാളെടുത്ത് കിടക്കുകയാണ്, നശിച്ച് നാറാണക്കല്ലെടുത്ത് കിടക്കുകയാണ്. എല്ലാവിധ തോന്നിവാസങ്ങൾ ചെയ്ത് ദൂർത്ത് ചെയ്ത് ആൾക്കാരെ മുഴുവനും എന്താ പറയേണ്ടത്, ഏറ്റവും മടുപ്പിച്ച് ഇങ്ങനെ ഒരു നശിച്ച സർക്കാർ ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറയണം. അപ്പം സർക്കാരിന് എന്തെങ്കിലും ഒരു പിടിവള്ളി എന്ന് പറയാൻ സർക്കാർ പറയണം, അടുത്ത 2026 തെരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങളിതാ വയനാടിൽ ഇത്രയും വീടുണ്ടാക്കി കൊടുത്തു, ഞങ്ങളിതാ. പിണറായിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ആ വീടൊന്നുമല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 1800 കോടിയോളം രൂപ കയ്യിലിരിക്കവേ ഇവര് പറയുന്ന ഈ 500 വീടുകളും ടൗൺഷിപ്പും അവിടെ എന്താ നഴ്സറി, അവിടെ ഹെൽത്ത് സെന്റർ, സൂപ്പർ മാർക്കറ്റ്, ഇവര് പറയുന്ന എന്ത് സാധനവും ഇതിന്റെ പകുതി പൈസയും വേണ്ടാന്നേ. ഇതിന്റെ പകുതി പൈസ കൂടി വേണ്ട. 30 ലക്ഷമാണെങ്കിൽ തന്നെ 500 വീടിന് എത്ര വേണം? 150 കോടി, 150 കോടി മതി. ഈ 150 കോടി മതി. പക്ഷെ എന്നിട്ട് ഇവർ ഉണ്ടാക്കിയ വീട് നോക്കണേ. സന്നദ്ധ സംഘടനകൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ 30 ലക്ഷം ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് സർക്കാർ പറഞ്ഞത് എന്നാൽ ഒരു 20 ലക്ഷം, നിങ്ങൾ 20 ലക്ഷം തന്നാൽ മതി. എന്നാലും സർക്കാരിന് ലാഭം. അവസാനം അതുപോലും സന്നദ്ധ സംഘടനകൾ കൊടുത്തില്ല. കാരണം സന്നദ്ധ സംഘടനകൾക്ക് അറിയാം 20 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇത് പുട്ടടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ പല സന്നദ്ധ സംഘടനകളും അവിടെ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ണുകടി, അപ്പോഴാണ് ലീഗ് സ്ഥലം വാങ്ങിയതിൽ പ്രശ്നം, ഈ കോൺഗ്രസ് ഫണ്ട് വീഴ്ചതിൽ പ്രശ്നം. എന്ന് പറഞ്ഞാൽ തിന്നൂല്ല തീറ്റിക്കൂല്ല എന്ന് നമ്മൾ സാധാരണ നാട്ടില് പറയാറുണ്ടല്ലോ. അതേപോലെയാണ് ഈ കാരണഭൂതം എന്ന് പറയുന്ന കേരളത്തിലെ വെറുക്കപ്പെട്ടവൻ, നികൃഷ്ടജീവി, പരനാറി എന്നൊക്കെ ഇയാൾ വിളിക്കാം. കാരണം ഇതൊക്കെ ഇയാൾ വിളിച്ചതാണ്. പരനാറി എന്ന് പ്രേമേന്ദ്രനെ വിളിച്ച ഈ പിണറായിനെ നമുക്ക് പരനാറി എന്ന് 10,000 പ്രാവശ്യം വിളിക്കാം. പലിശ ചേർത്തിട്ട് 10,000 തവണ പരനാറി എന്ന് വിളിക്കാം. നികൃഷ്ടജീവി എന്ന് വിളിച്ചൂടെ? ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളല്ലേ? കുലംകുത്തി എന്ന് ടിപ്പി ചന്ദ്രശേഖരൻ മരിച്ചിട്ട് പോലും കുലംകുത്തി എന്ന് വിളിച്ച നികൃഷ്ടജീവിയല്ലേ? ഇയാളൊരു മനുഷ്യനാണോ? ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം? ആൾക്കാർ ഈ മരിച്ചു കിടക്കുമ്പോൾ, നിങ്ങൾ കഴിഞ്ഞ ഈ ഒരു വർഷത്തിന് ശേഷം അവിടെ ആ ഉറ്റവരുടെ ആ എന്താ പറയാ, അവര് അന്ത്യ നിദ്ര ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് പൊട്ടി കരയുന്ന അമ്മമാരെ, പൊട്ടിക്കരയുന്ന കുഞ്ഞുങ്ങളെ, പൊട്ടിക്കരയുന്ന അച്ഛന്മാരെ, മുത്തശ്ശിമാരെയൊക്കെ നമ്മൾ കണ്ടു. ഈ കാരണഭൂതത്തിന് മാത്രം ഒരു മനസാക്ഷി കുത്തുമില്ല. എങ്ങനെ അടിച്ചു മാറ്റാം എന്ന് മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന വീട്, ഈ ദുരന്തത്തിന്റെ 1ാം വാർഷികത്തിൽ കഴിഞ്ഞ ഈ 31-ാം തീയതി ഇവരെങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി, ഇതിന്റെ വയറിംഗ് പണി മുഴുവനും കഴിഞ്ഞില്ല എങ്കിലും എല്ലാം വെള്ളം പൂശി ഏതാണ്ട് ഇത്തരത്തിലുള്ള ഒരു വീട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ഈ വീട് എന്ന് പറഞ്ഞാൽ ലോക തമാശയാണ്. ഇങ്ങനത്തെ ഒരു വീട്
കയ്യിൽ പൈസ ഉള്ളവരാരും അല്ലെങ്കിൽ വീടുണ്ടാക്കാൻ പോകുന്നവരാരും ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കില്ല. എന്ന് പറഞ്ഞാൽ മഴ പെയ്താൽ, വയനാട്ടിൽ അറിയാലോ നിരന്തര മഴ പെയ്യുന്ന സ്ഥലമാണ്, മഴ പെയ്താൽ ചോർന്നൊലിക്കാൻ തക്ക പാകത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടാണ് കേട്ടോ. ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കണ്ടാൽ, ഞാൻ വലിയ എഞ്ചിനീയർ ഒന്നുമില്ല, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ കണ്ടതാണ്, ഈ വീട് പത്രങ്ങളിൽ കണ്ടതാണ്. ആ വീട് കണ്ടിട്ട് നിങ്ങളൊന്ന് പറ, ഇത് ഏറ്റവും മികച്ച വീടാണോ? 30 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വീടാണോ നിർമ്മിക്കാൻ പറ്റുക? ആകെ ഒരു പട്ടിക്കൂട്ട് പോലെ ഒരു പിന്നില് ഒരു പെട്ടി പോലത്തെ സാധനം, മുന്നില് ഒരു ഓടിട്ട ഒരു കഷ്ണവും ഇതാണ്. എന്നിട്ട് അതിന്റെ സൺഷെയ്ഡൊക്കെ കണ്ടാൽ ചിരിച്ചൊരു വഴിക്കാവട്ടോ. ഈ ജനവാതിലിന്റെ നേരെ മുന്നിൽ രണ്ട് കമ്പി വളച്ചിട്ട് ഇത് സാധാരണ ഈ ചെരുപ്പൂത്തികളൊക്കെ അവരുടെ ടെന്റ് അടിക്കാറുണ്ട്. മഴ പെയ്യ ഈ തെരുവോരത്ത് ചെരുപ്പൂത്തികള് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അവർ രണ്ട് വളഞ്ഞ വടി ഇട്ടിട്ട് അതിന്റെ മേലെ അങ്ങനെ ഷീറ്റ് അടിക്കാറുണ്ട്. ഏതാണ് അതുപോലെയാണ് ഉണ്ടാക്കി കൊടുത്തത്. മഴ അങ്ങനെ നേരെ കുത്തനെയാണല്ലോ വരിക, അതും അങ്ങനെ മാത്രമേ വരുള്ളല്ലോ. ഇത്രയും ബോധവും വിവരം എന്ന് പറഞ്ഞാൽ നമ്മള് 30 ലക്ഷത്തിന്റെ വീട് ഒരു 15 ലക്ഷത്തിന് തന്നെ ഉണ്ടാക്കി കൊടുക്കണ്ട വിജയ? കാരണഭൂതമേ ചോദിക്കുകയാണ്. 30 ലക്ഷം എന്ന് പറയുന്ന ഈ വീട് ഒരു 15 ലക്ഷത്തിന്റെ വീട് എനിക്ക് ഉണ്ടാക്കി കൊടുത്തൂടെ? ഒരു 10 ലക്ഷത്തിന്റെ മേനി പോലും ഇല്ലാത്ത വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നിട്ട് ന്യായീകരിക്കുകയാണ് ദേശാഭിമാനി. ഇതാ ഉരുളിലും കുലുങ്ങാത്ത വീട് ഞങ്ങൾ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് തുരന്നിറങ്ങി അവിടെ നിന്ന് ഉരുക്കിന്റെ കമ്പികൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ ഈ ലോകാവസാനം വരെയും അത്രയും നീണ്ടു നിൽക്കുന്ന അത്രയും ബലമുള്ള ഒരു വീടാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അവിടെ ഉള്ളിൽ എന്തെല്ലാണ്? ഈ 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാ മുറികളിലും ശുചിമുറികളുണ്ട്, അവിടെ അടുക്കളകളുണ്ട്, അടുക്കളയിൽ അങ്ങെപ്പോലെ സ്റ്റോർ റൂം ഉണ്ട്, ഇവിടെ ലിവിംഗ് റൂം ഉണ്ട്, ഇവിടെ മറ്റേ റൂമുണ്ട്, ആ റൂമുണ്ട്, ഉള്ളില് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, മറ്റേ ജിമ്മുണ്ട്. അങ്ങനെ ഇങ്ങനത്തെ ഒരു വീട് അംബാനിക്ക് പോലും ഉണ്ടാവില്ല. അമ്മ ഒരു വീടാണ് ഉണ്ടാക്കി കൊടുത്തതെന്ന് ഗീർവാൺ അടിക്കുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ വലിച്ചു കീറുക വേണ്ടത്. വാർത്ത വായിച്ചു കഴിഞ്ഞാലേ ഫുൾ കോമഡിയാണേ. മുണ്ടക്കൈ ഉരുൾ അതിജീവിതർക്കായി കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ കുലുങ്ങാത്ത വീട്. അമ്മ അതിൽ വീട് കേട്ടോ. പ്രളയവും ഭൂകമ്പവും പ്രതിരോധിക്കുന്ന സാങ്കേതിക വിദ്യയിലാണ് നിർമ്മാണം. ദുരന്തബാധിതർക്കുള്ള വീടിനെതിരെ നടക്കുന്ന കുപ്രചരണങ്ങളുടെ വായടപ്പിക്കുന്ന മികവോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഒരു കൊല്ലം കാത്തിരുന്നിട്ട് അവസാനം ഉണ്ടാക്കിയ ഒരു വീട്. ഇത്ര അത്യാവശ്യം ഇതിന്റെ വാർഷികത്തിന് തന്നെയെങ്കിലും ഒരു വീട് പൂർണ്ണമായും പണി തീർക്കണ്ടേ വിജയേട്ടാ? ഇത് തട്ടിക്കൂട്ടിങ്ങിട്ട് എങ്ങനെങ്കിലും ഒരു വീടുണ്ടാക്കി ബാക്കി 410 വീടിന്റെ പണി പകുതി പോലും ആയിട്ടില്ലാന്നേ തുടങ്ങിയിട്ടുള്ളൂ. ഈ മറ്റേ അടിത്തറ മാന്താൻ തുടങ്ങിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിന്റെ തറക്കല്ലിടൽ പോലും ആയില്ല. അങ്ങനെയാണ് കിടക്കുന്നത്. ഇതൊക്കെ എന്നത്തേക്കാണ് നിങ്ങൾ തീർക്കാൻ വേണ്ടി പോകുന്നത്? ഇതിന് ഞങ്ങളുടെ പുനരധിവാസം എന്ന് പറഞ്ഞാൽ ഗംഭീരം പൈസ മുഴുവൻ എടുത്തു വെച്ചിട്ട് നക്കി തിന്നുന്ന നക്കികൾ, ചെറ്റകൾ, അങ്ങനെയൊക്കെ വിളിക്കേണ്ടത്. അങ്ങനെ വിളിച്ചാലും അതൊന്നും കൂടുതലാവില്ല. എന്നിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളപൂശൽ ഉരുളിലും കുലുങ്ങാത്ത വീടത്ര ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ? ഈ ഇലനക്കി പട്ടിയുടെ ചെറി നക്കി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ അങ്ങേപ്പോറാണ്. നമ്മുടെ മൊയ്തു താഴത്ത് പറഞ്ഞ പോലെ മയ്യത്തിന്റെ മേത്തുനിന്ന് തുണി വലിച്ചെടുക്കുന്ന പരിപാടിയാണിത് വിജയം ചെയ്യുന്നത്. മയ്യത്തിന്റെ മേത്തുനിന്ന് തുണി വലിച്ചെടുക്കുന്ന പരിപാടി ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും ഇത് ആവർത്തിക്കുന്നില്ല. ദേശാഭിമാനിയുടെ ഉരുളിലും കുലുങ്ങാത്ത വീട്.